ഇന്ത്യ രാജ്യത്തെ ഈ നിലയിലാക്കിയ കോൺഗ്രസുകാരുടെ മഹാത്മ്യത്തെക്കുറിച്ചും കെ സുധാകരന് പറയാനുണ്ട്. ഗ്യാസിന്റെയും പെട്രോളിന്റെയും പേരിൽ സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന കൊള്ളസംഘത്തിന്റെ ഗംഭീര ഭരണമാണല്ലോ നടക്കുന്നത്. സുധാകരൻ ഇനി ലോകസഭയിലേക്ക് പോകേണ്ടാത്തതിനാൽ എന്തും പറയും. വരുന്ന 3 മാസം കൊണ്ട് ലോകത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറുക. ബഹിരാകാശ രഹസ്യങ്ങൾ ഉള്ളം കയ്യിൽ വെച്ച് അമ്മാനമാടുന്ന ശാസ്ത്രത്തിന്റെ മണ്ണാണ് ഇന്ത്യ. ഇന്ന് പത്രം വായിച്ചില്ലേ? ചിദംബരം കോൺഗ്രസിന്റെ പുക കണ്ടേ പോകൂ, കട്ടപ്പുക കണ്ടേ ചിദംബരം പോകത്തുള്ളൂ. ഇന്ന് പത്രം വായിച്ചില്ലേ? ഒരു സന്തോഷ വാർത്ത എനിക്ക് നിങ്ങളെ അറിയിക്കുവാനുണ്ട്. ഈ നാട് നന്നാക്കുവാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ ഇന്ന് വായിച്ചത്? ഈ ജനവിരുദ്ധ നയം പിൻവലിച്ചില്ലെങ്കിൽ, ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചത് പിൻവലിച്ചില്ലെങ്കിൽ വീട്ടമ്മമാർ ചൂലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ക്രയോജനിക് യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് SLV D5 വായുവിലേക്ക് ഉയർന്നിരിക്കുന്നു. മെഡി രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഇതാ നമ്മളൊരു പുതിയ നൂറ്റാണ്ടിലേക്ക് പോവുക. നിങ്ങൾ ഒന്നും ഇനി ചികിത്സിക്കാൻ അമേരിക്കയിലും ബ്രിട്ടനിലും പോണ്ട. ഇവിടുത്തെ ആശുപത്രിയിൽ കിടന്ന് ബ്രിട്ടനിലെ ഡോക്ടർ സർജൻ നടത്തും. സംശയമുണ്ടോ? എന്തെങ്കിലും അധ്യാപകൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? യു കൻ ആസ്ക്. നിങ്ങൾക്ക് ചോദിക്കാം. യു വിൽ ഗെറ്റ് ആൻസർ ഫ്രം UK. അവിടെ നിന്ന് ഉത്തരം പറയും. ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത് കാണാം, കേൾക്കാം. ഇന്ത്യ രാജ്യം 10 കൊല്ലം കൊണ്ട് ലോകത്തിലെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത് ലോകത്തിലെ എല്ലാ രാജ്യത്തെയും കടത്തിവട്ടി ഈ നാട് കടന്നു പോകും. SLV1, SLV2, SLV3, SLV4, SLV5, Agni-1, Agni-2, Agni-3, Agni-4, Agni-5. ലോകം ഇനി അമ്പരപ്പാടോടെ നോക്കി നിൽക്കുക. ഇന്ത്യ ഇന്ത്യ ഇന്ത്യ. ഇന്ത്യ ഇന്ത്യ ഇന്ത്യ. ഇതാണ് ഇന്ത്യ. സിനിമാ സംഭാഷണങ്ങൾ ഹൃദിസ്ഥമാക്കി ആ മാതൃകയിൽ ഇന്ത്യയെ വർണ്ണിക്കാൻ പുറപ്പെടുമ്പോൾ സാധാരണക്കാരന്റെ ദുരിതങ്ങൾ നേതാക്കൾക്ക് കാണാൻ കഴിയില്ല. സുധാകരന് അതൊന്നും ഇനി വേണ്ടാത്തതിനാൽ ആകാശത്തേക്ക് വിടുന്ന റോക്കറ്റുകളെ ചൂണ്ടിക്കാട്ടി രാജ്യ പുരോഗതി വിലയിരുത്തിയാൽ മതിയാകും. ഗ്യാസിന്റെ പേരിൽ കൊള്ളയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടവർ ഇനിയെങ്കിലും ജനത്തെ കാണണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. ഡെമോക്രസി ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.